ഞാൻ ഇന്നലെ ഒരു വീഡിയോ കാണാനിടയുണ്ടായി. ലസിത പാലക്കൽ അമ്മച്ചിയുടെ വീഡിയോ. ഡൽഹിയിൽ BJP മെഷീൻ തട്ടിപ്പിലൂടെ ഭരണം പിടിച്ചെടുത്തില്ലേ, അതിനെ ന്യായീകരിച്ചുകൊണ്ട് ലസിത പാലക്കൽ CPM-മാരെയും കോൺഗ്രസുകാരെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് ചെറിയൊരു റീൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റീൽസ് കൊണ്ട് ലസിത പാലക്കൽ അമ്മച്ചി ഉദ്ദേശിച്ചത് ഇവിടെയുള്ള കോൺഗ്രസുകാരെയും CPM-മാരെയും കളിയാക്കാൻ പറ്റിയ ഒരു അവസരമായിട്ടാണ് ലസിത പാലക്കൽ ആ ഒരു വീഡിയോയിലൂടെ അവതരിപ്പിച്ചത്. പക്ഷെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ലസിത പാലക്കലിനൊന്നും കളിയാക്കാനുള്ള കഴിവില്ല, ആകെയുള്ള കഴിവ് വർഗീയത പറയാനാണ്. വർഗീയത പറയാതെ വേറെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടത്തരവും മണ്ടത്തരവും നിറഞ്ഞിട്ടുള്ള വീഡിയോ ആയിട്ടാണ് മാറുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ലസിത ചെയ്ത ആ ഒരു റീലിന്റെ കുറച്ച് ഭാഗം നമുക്ക് കണ്ടിട്ട് മറുപടി കൊടുക്കാം. അപ്പം ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. അമ്മച്ചി ഡൽഹി അവിടെ കേട്ടെ, വയസ്സായല്ലോ അല്ലേ, മുഖത്തൊക്കെ ചുളിവും നരവൊക്കെ വന്നിട്ട് വയസ്സത്തെയായി മാറിയിട്ടുണ്ടല്ലോ. മുഖത്തുള്ള ചുളിവും നരയും ഒക്കെ കാണുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കാം ചാണകം തിന്ന് ഗോമൂത്രം കുടിക്കുന്നത് കൊണ്ടാണ് മുഖവും ഒക്കെ ചുളിഞ്ഞുകൊണ്ട് വരുന്നതെന്ന്. അങ്ങനെ നിങ്ങൾ വിചാരിച്ചതിൽ തെറ്റ് പറയാനും പറ്റൂല. കാരണം ലസിത അങ്ങനെ ചെയ്യാത്ത ആളൊന്നല്ലോ, സംഗിണിയല്ലേ. തഞ്ചം കിട്ടിയാൽ ഗോമൂത്രം കുടിക്കും, ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ചാണകം വാരി തിന്നുകയും ചെയ്യും. അതുകൂടി ഡൽഹിയിൽ ബാക്കി പറ. അപ്പൊ ഒരുപാട് ആൾക്കാർ പരിഹസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഒരു കുറെ ആൾക്കാര് ലസിത പാലക്കലിനെ പരിഹസിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് രണ്ട് നല്ല വാക്ക് പറയാൻ തോന്നുക? ലസിത പാലക്കലിനെ കുറിച്ച് സംഖ്യകൾ പോലും നല്ല വാക്ക് പറയാറില്ല. പിന്നെ ലസിത പാലക്കലിനെ കുറിച്ച് നല്ല വാക്ക് പറയുന്നത് അവര് ലസിത പാലക്കലിനെ പോലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്തതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. മനസ്സിലുള്ള വർഗീയത മനസ്സിൽ കിടന്ന് പുകയുന്നതിനെ കൊണ്ടാണ് അവര് ഇതേപോലെയുള്ള വർഗീയവാദികളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ ചിന്തിക്കാൻ കഴിവുള്ള സംഖ്യകൾ പോലും നിങ്ങളെ പോലുള്ള സപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ എവിടെയാണ് CPM എവിടെയെന്നാ? CPM കേരളത്തിലുണ്ട്. 100-ൽ കൂടുതൽ സീറ്റ് വാങ്ങി രണ്ടാമത്തെ പ്രാവശ്യം ഭരിക്കുന്നുണ്ട് കേരളം. പിന്നെ ചോദിക്കുന്നത് CPM എവിടെയെന്ന്? പുറകോട്ടാ പോകുന്ന ദിവസം കഴിഞ്ഞോറു. ലസിത പാലക്കൽ സംസാരിക്കുന്നതിനിടയിൽ ശ്വാസം പിടിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? എന്തെങ്കിലും 3-4 വാക്ക് പറയും, എന്നിട്ട് എന്ന് പറയുന്നതിന്റെ ഗ്യാപ്പിൽ ഒരു ശ്വാസം കിടക്കും. ലസിത പാലക്കലിന്റെ ഒക്കെ വീഡിയോ കാണുമ്പോൾ ഇതേപോലത്തെ സൗണ്ട് ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ കണ്ടാൽ മതി. അതുവിടെ ബാക്കി പറ. എന്തായാലും പൂജ്യത്തിൽ നിൽക്കുന്നുണ്ട് നിങ്ങള്. ഡൽഹിയിൽ കോൺഗ്രസിന് ഒറ്റ സീറ്റ് പോലും കിട്ടിയില്ലല്ലോ, പൂജ്യമായപ്പോല്ല. അതുകൊണ്ടാണ് ലസിത പാലക്കൽ അമ്മച്ചി പറഞ്ഞത് ഡൽഹിയിൽ പൂജ്യമായിട്ട് കിടക്കുന്നുണ്ടല്ലേ നിങ്ങൾ എന്ന് ചോദിച്ചത്. ഇവളിങ്ങനെ ചോദിക്കുന്നത് കേട്ട് തന്നെ വിചാരിക്കും കേരളത്തിൽ BJP 40 സീറ്റും പിടിച്ചു കുത്തിരിക്കുകയാണെന്ന്. അപ്പോ ഇവിടെയുള്ള കോൺഗ്രസുകാരെ കളിയാക്കാൻ വേണ്ടി ഡൽഹിയിൽ പൂജ്യമാണെന്ന് പറയുമ്പോൾ കേരളത്തിലും പൂജ്യമാണെന്ന് ഒന്ന് ഓർക്കണ്ടേ? BJP കേരളത്തിൽ പൂജ്യമാണെന്ന് ലസിത പാലക്കലിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. കോമഡി തന്നെ നമ്മുടെ അമ്മച്ചിനെ കൊണ്ട്. ലസിത പാലക്കൽ അമ്മച്ചി കാര്യമായിട്ട് എന്തോ പറയാൻ വരുന്നുണ്ട്, അത് നമുക്കൊന്ന് കേൾക്കാം. പരിഹസിച്ച ആൾക്കാർ ഇപ്പൊ ഓരോന്നോരോന്നായിട്ട് തിരിച്ചടികൾ കിട്ടുന്നുണ്ടല്ലേ. കഷ്ടം പാവങ്ങള്. നമ്മൾ പരിഹസിക്കൂല കേട്ടോ. നിങ്ങളെ പോലുള്ള ചാണക സംഘിണികൾ ഇവിടെയുള്ള CPM-മാരെയും കോൺഗ്രസുകാരെയും പരിഹസിച്ചു കഴിഞ്ഞാൽ അവര് പരിഹാസിതരായിട്ട് നിങ്ങളുടെ മുൻപിൽ തലയും കുനിച്ച് നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? അതൊക്കെ വെറുതെയാണ്. കാരണം നിങ്ങൾ ഡൽഹിയിൽ കോൺഗ്രസിന് സീറ്റ് കിട്ടിയില്ല, ഞങ്ങൾ പരിഹസിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സീറ്റ് ഇല്ലല്ലോ. ഡൽഹിയിൽ കോൺഗ്രസ് പൂജ്യമാണെങ്കിൽ നിങ്ങൾ കേരളത്തിലും പൂജ്യമാണ്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്ക്. നിങ്ങളെ മലയാളികൾ അടുപ്പിക്കുന്നില്ല, ഒരു പ്രാവശ്യം അടുപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ മനസ്സിലായി ഇവരെ അടുപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ വർഗീയ കലാപം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് പോലും നഷ്ടപ്പെട്ടിട്ട് പൂജ്യമായത്. ലസിത പാലക്കൽ അമ്മച്ചിയുടെ പേജിൽ ഒന്ന് വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ എനിക്ക് ഒരു വീഡിയോ കാണാൻ ഇടയുണ്ടായി. വീഡിയോ പറയാനെ കുറിച്ചുമല്ല, നമ്മുടെ ആക്ടർ വിനായകനെ കുറിച്ചായിരുന്നു ലസിത പാലക്കൽ അമ്മച്ചി വീഡിയോ ചെയ്തത്. വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നൊരഗോപിയെ കുറിച്ച് ആക്ടർ വിനായകൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഫേസ്ബുക്കിൽ. ആ പോസ്റ്റ് കണ്ടതോട് കൂടിയിട്ട് സുരേഷ് ഗോപിയുടെ കുറെ ഫാൻസ് ഉണ്ട്, സംഘിണികളായിട്ടുള്ള ലസിതയെ പോലുള്ള കുറെ ആളുകൾ. അവന്മാർക്കൊക്കെ കുരുപൊട്ടി അവന്മാരെല്ലാവരും കൂടി ലസിത പാലക്കലിന് കൊട്ടേഷൻ കൊടുത്ത് ആക്ടർ വിനായകനെ വിടാൻ പാടില്ല, നമ്മുടെ നൊരഗോപിയെ ഇങ്ങനെ പറഞ്ഞു കളഞ്ഞു അങ്ങനെ പറഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ലസിത പാലക്കലും സുരേഷ് ഗോപിയുടെ അപ്പൊ ലസിത പാലക്കൽ ഒരു വീഡിയോ ചെയ്ത് മോനെ വിനായക മോനൊന്നും ഇങ്ങോട്ട് വന്നേ. ലസിത പാലക്കൽ പണ്ടൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ വളരെ മോശപ്പെട്ട രീതിയിലായിരുന്നു സംസാരിക്കാറ്. ഇപ്പൊ വളരെ മാന്യതയോടെ കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. മോനെ വിനായക മോനൊന്നും ഇങ്ങോട്ട് വന്നേന്ന്. എന്തായാലും കേൾക്കാം. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഉണ്ടാവും. അതുവിടെ ബാക്കി പറ. നാട്ടുകാരുടെ മുന്നിൽ തുണി അഴിച്ച് കാണിക്കുന്ന വിനായകൻ ചെയ്യുന്ന കുറെ പ്രവൃത്തികളെ നമ്മളൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. കാരണം വിനായകൻ താഴ്ന്ന ജാതിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശപ്പെട്ട പരിപാടിയൊക്കെ ചെയ്തു വെച്ചത് ആളാണ്. കള്ളം കുടിച്ച് പച്ചക്ക് തുണിയൊക്കെ ഏത്തി കാണിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് തുണി ഏത്തി കാണിച്ചു കൊടുക്കുക, അതൊക്കെ ചെയ്ത ആളാണ് വിനായകൻ. അതിനോടൊന്നും നമ്മൾ യോജിക്കുന്നില്ല. പക്ഷേ ഈ പ്രാവശ്യം സുരേഷ് ഗോപിയെ വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ അത് 100% ശരിയാണെന്ന് ഞാനൊക്കെ പറയും. കാരണം നാട്ടുകാർ പറയാൻ ഉദ്ദേശിച്ചതാണ് വിനായകൻ പറഞ്ഞത്. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി സുരേഷ് ഗോപിയെ വെള്ള പെയിന്റ് അടിക്കാൻ വേണ്ടി എന്തൊക്കെ തീട്ടത്തര ദസു പറയുന്നത്. സ്വന്തം അധ്വാനത്തിന്റെ ഫലം, അതായത് സ്വന്തം അധ്വാനത്തിന്റെ വലിയൊരു ഭാഗം അത് ആരും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതും പകർത്തു കൊടുക്കുന്നതും സുരേഷ് ഗോപി
അങ്ങനെയുള്ള ഒരു ഉന്നതന. നിങ്ങൾ ഈ പറഞ്ഞതിനോട് ഞാൻ 100% യോജിച്ചാണ്. സുരേഷ് ഗോപി നല്ല രീതിയിൽ ധർമ്മം കൊടുക്കുന്ന ആളാണെന്ന്. പക്ഷെ ഇപ്പൊ യോജിക്കാനുള്ള യാതൊരുവിധ നിർവാഹമില്ല. കാരണം സുരേഷ് ഗോപി കൊടുത്ത ഓരോ രൂപക്കും സുരേഷ് ഗോപിക്ക് പ്രതിഫലമായിട്ട് എന്തെങ്കിലും നാട്ടുകാർ ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു ചിന്തയിൽ തന്നെയാണ് കൊടുത്തത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സുരേഷ് ഗോപി എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ നാട്ടുകാർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ക്യാമറയും കൊണ്ട് വന്ന് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന സംഘികൾ. സുരേഷ് ഗോപി അറിയാതെയാണ് അത് ചെയ്യുന്നത്. ധർമ്മം കൊടുക്കുമ്പോൾ മറ്റൊരാൾ അറിയാൻ പാടില്ല. അതാണ് യഥാർത്ഥ ധർമ്മം. അല്ലാതെ സുരേഷ് ഗോപി 1000 രൂപ കൊടുക്കുമ്പോൾ ക്യാമറയും കൊണ്ട് നാട്ടുകാരെ മുഴുവനും കാണിക്കാൻ നിൽക്കുന്ന ആളുകളെ എന്തിനു കൊണ്ട് നടക്കണം? ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അയാൾ ധർമ്മം കൊടുക്കുന്നത്. അയാൾക്കറിയാം ധർമ്മം കൊടുത്തു കഴിഞ്ഞാൽ മലയാളികളുടെ മനസ്സിൽ ചെറിയൊരു സ്ഥാനം കിട്ടുന്നു. അത് തന്നെ മുതലെടുത്തതാണ് സുരേഷ് ഗോപി. സത്യസന്ധമായ കാര്യങ്ങളിലുള്ള സമയത്തല്ല. നാട്ടുകാരെ മുന്നിൽ തുണി ഉരിഞ്ഞ് കാണിക്കുന്നതാണോ നല്ലത്? നാട്ടുകാരുടെ മുൻപിൽ തുണി ഉരിഞ്ഞ് കാണിക്കുന്നതിനോടൊന്നും നമ്മൾ വിനായകനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ വിനായകൻ നിങ്ങളെ പോലുള്ള ചാണക സംഖ്യകൾക്കെതിരാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ വിനായകനെ സപ്പോർട്ട് ചെയ്യും. നിങ്ങളെ പോലുള്ള ചാണകങ്ങളെ സപ്പോർട്ട് ചെയ്യൂല. ബാക്കി പറ. അല്ലെങ്കിൽ സ്വന്തം അധ്വാനത്തിന്റെ ഒരു വലിയൊരു ഭാഗം പാവപ്പെട്ട ആൾക്കാർക്ക് മാറ്റി വെക്കുന്നതാണോ നല്ലത് എന്നുള്ളത്? സ്വന്തം അധ്വാനത്തിന്റെ ഒരു ഭാഗം നാട്ടുകാർക്ക് മാറ്റിവെക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ അതിന് ധർമ്മം എന്ന് പറയാൻ പറ്റില്ല, പബ്ലിസിറ്റി എന്നേ പറയാൻ പറ്റൂ. കാരണം പാവപ്പെട്ട ആരെങ്കിലും സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ അത് വീഡിയോ എടുത്തിട്ട് നാറ്റിക്കുന്ന ആളാണ് സുരേഷ് ഗോപി. അതിന് ധർമ്മം എന്നല്ല പറയേണ്ടത്, നല്ലത് എന്നല്ല പറയേണ്ടത്. മോശപ്പെട്ട പരിപാടി. നല്ലത് എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. സുരേഷ് ഗോപി പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്നാണ് ലസു ഉദ്ദേശിച്ചത്. ലസു, അതിലെന്താണ് ഇത്രയും വലിയ ആലോചന ഉള്ളത്? സുരേഷ് ഗോപി ചെയ്തത് 100% തെറ്റ് തന്നെയാണ്. മുതിർന്ന ജാതിയും താഴ്ന്ന ജാതിയും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളെ മനസ്സിൽ നിന്നല്ല ഒരു കാരണവശാലും നാട്ടിൽ തന്നെ താമസിപ്പിക്കാൻ പാടില്ല. കാരണം അവന്മാരൊക്കെ ജന്മിമായിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളൊക്കെ കമ്മികളൊക്കെ ഭയങ്കര കഷ്ടപ്പെടും. എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് എല്ലാവർക്കും അറിയാം. സുരേഷ് ഗോപി സാറ് പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. സുരേഷ് ഗോപി പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന് നിങ്ങളെ പോലുള്ള ചാണകങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങളെ വിശ്വസിക്കാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ്. എന്താ പറയുന്നത് ലസു? അയാൾക്ക് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി മാത്രമാണ് പാവങ്ങളെ സഹായിക്കുന്നത്. അല്ലാതെ അയാൾക്ക് പാവങ്ങളോടൊന്നും യാതൊരുവിധ ദയം കാരുണ്യം ഇല്ലാത്ത ആളാണ്, ജന്മിമൈൻഡാണ്. അതുകൊണ്ട് തന്നെ പാവങ്ങളോടൊന്നും ഒരു ദയം ഉണ്ടായില്ല. എന്തെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലൊരു പബ്ലിസിറ്റി കണ്ടെത്തും. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളെന്നല്ല സുരേഷ് ഗോപി. പാവങ്ങളെ അടിമകളാക്കിയിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി. മനസ്സിലായോ? ബാക്കി പറ. ഇത് വിനായകനോടുള്ള മാത്രം മറുപടിയാണ്. വിനായകന് മാത്രമുള്ള മറുപടിയാണെന്നാണ് ലസു പറഞ്ഞത്. നിങ്ങൾ വിനായകന് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ വിനായക കാണാൻ നിൽക്കാണ്. വിനായകന്റെ പണി നോക്കി പോയിട്ടുണ്ടാവും. നിങ്ങളെ പോലുള്ള സംഘിണികളുടെ വീഡിയോ കാണലാണ് അയാൾക്ക് പണി. അയാൾക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ? അതൊക്കെ ഒന്ന് മനസ്സിലാക്കണേ. സ്വന്തം കമ്മികളെ കുറച്ചും കൂടി ക്യാപ്സ്യൂൾ വാരി വെതറിക്കോളും. ഇവൾക്ക് CPM-മാരോട് ഇത്രയും വലിയ വിരോധം വരാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്യാപ്സ്യൂൾ തിന്നാണ് CPM-മാരോട് പറയുന്നത്. നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട. ഇതേപോലത്തെ പലതും പറയും. അതൊക്കെ ഇതിലേക്ക് ഇട്ട് ഇതിലെ വിട്ടേക്കാം. അപ്പൊ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം. Over the edge, feel like I'm floating through the air.